ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പനീർ കൊണ്ടുള്ള റെസിപ്പി കാണിച്ചു തരാനായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത്, നല്ല ഈസി മെത്തേഡാണ് ചെയ്യുന്നത്. നമ്മൾക്ക് നല്ല ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഒട്ടും സമയം കളയാനുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ഒരു 200 ഗ്രാമിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി എടുത്തിരിക്കുന്ന ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒണിയനും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കവും ഒണിയനും മതിയാകും. ഇനി ഒരു 5-8 വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. നമുക്ക് എരിവിന് ആവശ്യമായിട്ട് എടുക്കാൻ ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് സോയ് സോസും അതുപോലെ ടൊമാറ്റോൻ്റെ സോസുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാകും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് സോൾട്ടും പെപ്പറും അതുപോലെ കോൺഫ്ലോറും കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതിയാകും. ഇത്രയും ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ വറുത്തെടുക്കണമെങ്കിലും ചെയ്യാം. ഇതൊരു ഫ്ലേവറും ആ ഒരു പനീറിനൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ഇതേപോലെ സോട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഓയിലാണെങ്കിലും മതി. രണ്ടും ഓപ്ഷണലാണ്, ഒരു കുഴപ്പമില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഞാനിവിടെ ബട്ടറിലാണ് ചെയ്തെടുത്തത്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇപ്പോൾ മാരിനേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഈ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ പനീറിൻ്റെ പീസസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റിയാലും മതിയാകും. അതേ പാത്രത്തിലേക്ക് തന്നെ ഒരല്പം കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു 5-8 എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ബട്ടറിൽ വെളുത്തുള്ളി സോട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല് അപ്പാരം തന്നെയാണ്, നല്ല സ്മെല്ലാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ഒണിയനും അതുപോലെ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ഒണിയനൊക്കെ ഇട്ട് സോട്ട് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് സോട്ട് ചെയ്യണം. കാരണം നമ്മൾ സ്ലോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് സോഫ്റ്റായി പോകും. ഒണിയനൊക്കെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യണം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ സോയ് സോസും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാ നോക്കി നല്ല രീതിയിലൊന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കത്തിൻ്റെ വേറെ കളർ റെഡ് ഉണ്ടാകും, യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, ഞാൻ ഒരല്പം ഷുഗർ ഇട്ടിട്ടുണ്ട്. അതൊരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഷുഗർ ഓപ്ഷനിലാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ടാൽ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു ടൈമിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് സോയ് സോസൊക്കെ വേണമെങ്കിലും അതേപോലെ ടൊമാറ്റോൻ്റെ സോസൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടില്ലേ, അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ പനീറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചില്ലി പനീർ തയ്യാറായിട്ടുണ്ട്. എന്ത് ഈസിയാണെന്ന് നോക്കിയാൽ, നമ്മളെപ്പോഴും ചില്ലി ചിക്കനും ചില്ലി ബീഫൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് പനീറൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കണം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഈ പനീറൊക്കെ കഴിക്കുന്നത്. ഇടയ്ക്കെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാൻ ശ്രമിക്കണം എപ്പോഴും. ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കാരണം ചൈനീസ് ഡിഷ് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ആ സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗാർണിഷിന് മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമൊക്കെ ആകുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ റെസിപ്പിയാണ് ഞാൻ ഇടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരുപാട് നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഓരോ വീഡിയോയും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്